സാറിന് സത്യത്തിൽ പ്രാന്താണോ? പ്രാന്താണോ എന്ന് ചോദിച്ചാൽ പ്രാന്ത് മാത്രമല്ല, 10 പൈസയ്ക്ക് 10ന്റെ പൈസയ്ക്ക് ബുദ്ധിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. പിന്നെ ഞാൻ വല്ല കടയുടെ പിന്നെ പോലെ അവിടെയൊക്കെ ഞാൻ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇത്രയും ടാലന്റഡായ ഞാൻ കടത്തിനേമൊക്കെ എടുക്കാനുള്ള ഒരു ഇതല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് കിഡ്നി വിറ്റിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റിൽ പൈസ ഇറക്കി ഇതാക്കിയത്. അത് കാരണം ഇത്രയും ടാലന്റഡായ ഞാനിങ്ങനെ വെറുതെ നടക്കുന്നത്. എന്നോട് 2-3 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വെറുതെ ഇങ്ങനെ എൻ്റെ ടൈം ഇങ്ങനെ കൊണ്ട് കളയരുത്. അപ്പോൾ ഞാൻ എൻ്റെ കിഡ്നി വിറ്റിട്ട് ഇറക്കിയ പൈസയാണ്. പിന്നെ ഞാനിതിൽ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി അതുപോലെയുള്ള സൂപ്പർ സ്റ്റാറുകൾ വിളിച്ചിട്ട് എൻ്റെ കഴിവ് കണ്ടിട്ട് അവർ എന്നോടാണ് സംശയം ചോദിക്കാറ്. അപ്പോൾ ഞാൻ അവരോട് തീർച്ചയായും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്താണ് സംശയം എന്നുള്ളത്. ഇനി വിളിച്ച് എന്നോട് ചോദിക്കാനും ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്നെപ്പോലുള്ള കഴിവുണ്ടല്ലോ, അത് ആർക്കും കിട്ടിയെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും കിട്ടിയെന്നൊന്നും വരില്ല. ഇപ്പോൾ മോഹൻലാൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികം. പക്ഷേ എൻ്റെ അത്ര ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ പൃഥ്വിരാജ്, അതുപോലെ തന്നെ ജയസൂര്യ, അതുപോലുള്ള നമ്മുടെ യുവ നായകന്മാരുണ്ടല്ലോ, അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വളർച്ചയിൽ അവർക്ക് സത്യത്തിൽ പേടിയായിട്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ അവരുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിന് അവർക്കൊരു ഇത് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്നെക്കുറിച്ച് അവർക്ക് നല്ല ആശങ്കയുണ്ട്. ഞാൻ ഇനി അവാർഡൊക്കെ ഞാൻ തട്ടിയെടുക്കൂ. ഇപ്പം നമ്മുടെ കൃഷ്ണൻരാജ് ഇറങ്ങിയോട് കൂടിയിട്ട് എൻ്റെ ഇമേജ് 100ക്ക് 150 വർദ്ധിച്ചു. കാരണം എന്താ വെച്ചാൽ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ എറണാകുളത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എന്താ എനിക്കൊരു സ്വീകരണം, കോഴിമുട്ട, ചീന കോഴിമുട്ട, തക്കാളി, പിന്നെ അതുപോലെയുള്ള നല്ല നല്ല വസ്തുക്കളോടാണ് എന്നെ എറിഞ്ഞ് വരവേറ്റത്. അപ്പോൾ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. എൻ്റെ ആ ടാലൻറ്റ്, എൻ്റെ ആ കഴിവ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് അതോടുകൂടി മനസ്സിലായി. ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പോഴത്തായിട്ട് എന്നെ കോൾ ചെയ്തിരുന്നു. അവിടെ വരുന്ന നായകന്മാരുടെ അടിപ്പാട ഇറക്കി കൊടുക്കാനും, അതുപോലെയുള്ള സൂര്യ, പിന്നെ നമ്മുടെ അർജുൻ, ഇവരൊക്കെ ഷഡ്ഡി തിരുമ്പി കൊടുക്കാനും അതിനൊക്കെയായിട്ട് വളരെ ഇതായിട്ടാണ് എന്നെ വിളിച്ചത്. സാറിന് വരാൻ പറ്റും? ഞാൻ പറഞ്ഞു ഡേറ്റില്ല. കാരണം ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഷഡ്ഡിയും അടിപ്പാവടയും അലക്കാനുണ്ട്. അത് കാരണം കൊണ്ട് അതൊക്കെ അലക്കിയതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഒന്നാമത് നേരമില്ലാത്തതാണ് മെയിൻ പ്രശ്നം. അത്രയ്ക്ക് നാറ്റാണ് ഓരോ ഷഡ്ഡിയും. സാറിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് പല്ലാണ്, പിന്നെ എൻ്റെ 6 പാക്ക് ബോഡി, പിന്നെ അതേപോലെയുള്ള എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ്, ഇതൊക്കെയാണ് ആൾക്കാർ കൂടുതലധികം ഇഷ്ടപ്പെടുന്നത്. പിന്നെ എൻ്റെ പല്ല് കാരണം കൊണ്ട് എൻ്റെ സിനിമ 3Dയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ സ്ക്രീനൊക്കെ ഏകദേശം പറഞ്ഞിട്ടല്ലായിരിക്കും. അത് എൻ്റെ പല്ല് ഈ കുത്താൻ നിൽക്കുന്ന ആയതുകൊണ്ട് എൻ്റെ പല്ല് കാരണം കൊണ്ട് ഇത് 3Dയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ സിനിമ ഇപ്പോൾ 3Dയിലാണ് ഇറക്കുന്നത്. അതും എനിക്കുള്ളൊരു പ്ലസ് പോയിന്റാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു 150 പേരെയെങ്കിലും ഞാൻ ഇതിലേക്ക് നായകന്മാരായിട്ട് ഞാൻ ഇൻ്റർവ്യൂ നടത്തി. അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇൻ്റർവ്യൂ നടത്തിയാണ്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് എൻ്റെ വായുടെ നാറ്റം കൊണ്ട് ഒരു 149 പേരും ഇറങ്ങിയോടി. അതിലൊരു പെൺകുട്ടി മാത്രം അവിടെ ഇരുന്നു. അത് അത്രയും ടാലൻ്റഡായ കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ വെച്ച് എടുത്തു എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു ബ്ലൂ ഫിലിമായിട്ട് ഇറക്കാമെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയുടെ അവിടുന്ന് കയറി പിടിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തതും. പിന്നീട് അതൊരു വിഷയമായപ്പോൾ ഞാനത് മാറ്റി എന്നുള്ള സത്യമാണ്. പിന്നെ എനിക്ക് സിനിമയോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ഈ പണിക്ക് ഇറങ്ങിപ്പെട്ടത്. കാരണം ഈ പെൺവാണിഭം, ഇതിൻ്റെ പറയിലൊരു പെൺവാണിഭം നടത്തി 10 പൈസ ഉണ്ടാക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെ എനിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല വരുമാനമുള്ളൊരു ബിസിനസ്സാണ് ഈ പെൺവാണിഭം എന്ന് പറയുമ്പോൾ. എനിക്ക് ഭ്രാന്തമായതുകൊണ്ട് കേസും ആവില്ല. പിന്നെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 18 താഴെയുള്ള കുട്ടികളാണ്. സാറിന്റെ കല്യാണത്തെ കുറിച്ച്? അത് ഞാൻ എന്തായാലും കല്യാണം കഴിക്കാനോ ഉദ്ദേശമില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ എന്നെ പോലത്തെ പൊട്ടന്മാരായിരിക്കും കംപ്ലീറ്റ് ഉണ്ടാവുക. പിന്നെ ആ പൊട്ടന്മാർ ഇതേപോലെ തന്നെ അത് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എല്ലാവരുടെ കാര്യത്തിലും അത് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്നാലും സാറിന്റെ അത്ര ബുദ്ധിയും അതുപോലെ ഗ്ലാമർ, അതുപോലെ ഇത്രയും ടാലന്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ എന്താണ് സാറൊന്ന് പറഞ്ഞു കൊടുക്കും? ഒന്ന് അവർക്കൊന്ന് വിവരിക്കും. ആദ്യം ചെയ്യേണ്ടത് കുളിക്കരുത്, പിന്നെ പല നീരും തേക്കരുത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ബുദ്ധി വികസിപ്പിച്ചെടുക്കാൻ നിങ്ങൾ പരമാവധി വെയിൽ കൊള്ളാതിരിക്കുക. അതുപോലെ തന്നെ 4 നേരം മുട്ടയത്തുനിന്ന് വീട്ടിൽ തന്നെ കുത്തിരിക്കുക. അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ചെയ്ത് പിന്നെ തന്നേരം നല്ലതും വരുന്നുണ്ടെങ്കിൽ തല്ലുക. എൻ്റെ പോലെ 10 പൈസ അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അത് അല്ലെങ്കിൽ കിഡ്നി വിറ്റിട്ടോ അല്ലെങ്കിൽ തന്നയുടെ കിഡ്നി വിറ്റിട്ടോ തള്ളയുടെ കിഡ്നി വിറ്റിട്ടോ അവിടെ മറ്റുള്ളവർ പട്ടിണി എടുക്കുക, അതൊന്നും നമ്മുടെ കാരണമില്ല. നമ്മൾ അങ്ങനെ എടുക്കുക, പൈസ എടുക്കുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തുളയ്ക്കുക, അല്ലെങ്കിൽ പോയിട്ട് പെണ്ണുങ്ങളെ ഇതാക്കുക, കള്ളുപിടിക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വളരെ ഇതായിട്ട് പറയാനുള്ളത് ബോഡി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക. എന്നെ പോലെ ഒരു 6 പാക്ക് അതുപോലെ ആക്കിയെടുക്കാൻ വളരെയധികം ശ്രമിക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ വളരെയധികം കഠിന അധ്വാനം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബോഡി ഇത്രയും ഇതാക്കിയിട്ടുള്ളത്. അതുപോലെ ബോഡി അങ്ങനെ ആക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താ പറയുക, അതായത് എന്നാലാണ് നമുക്ക് ഇന്ദ്രൻസിൻ്റെയെങ്കിലും ഷഡ്ഡി അലക്കാൻ കിട്ടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ അലക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻസിൻ്റെ ഷഡ്ഡിയാണ്. മോഹൻലാലിൻ്റെ ഷഡ്ഡി കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു, മമ്മൂട്ടിയുടെ ഷഡ്ഡി. അതുപോലെ എനിക്ക് ഇങ്ങനെ ഓരോ പടി അങ്ങനെ കയറിപ്പോയി. ഇപ്പം കൃഷ്ണരാജ് ഇറങ്ങിയോട് കൂടിയിട്ടാണ് എനിക്കിപ്പോൾ മോഹൻലാലിൻ്റെ ഷഡ്ഡി കഴുകാനുള്ള വിളി വന്നതും ഞാനിപ്പോൾ അതിലേക്ക് തിരിഞ്ഞതും. അതുപോലെ തന്നെ നെക്സ്റ്റ് നിലയ്ക്ക് മമ്മൂട്ടിയുടെ. അപ്പോൾ സാറിന് മമ്മൂട്ടിയുടെ ഷഡ്ഡി കഴുകാനുള്ള
വെളിവന്ന സത്യമാണ്. വന്നു എന്ന് മാത്രമല്ല, അത് കഴുകി എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷഡ്ഡികൾ മുഴുവൻ എനിക്ക് തന്നെ കഴുകാൻ തരാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് വരെ എൻ്റെ ഇതിൽ നല്ല വിശ്വാസം, എൻ്റെ ടാലന്റിൽ നല്ല വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്നെ തന്നെ അദ്ദേഹം വിളിച്ചത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ബുദ്ധിയും എൻ്റെ ഗ്ലാമറും എൻ്റെ ബോഡിയും കണ്ടിട്ട് ആണ് മമ്മൂട്ടി എന്നെ മാത്രം മതി എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എൻ്റെ പോലെ ബുദ്ധിയും അതുപോലെ തന്നെ എൻ്റെ ഗ്ലാമറും എൻ്റെ ബോഡിയും അതേപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ പറഞ്ഞ ഈ വാക്കുകളൊന്നും തട്ടിക്കളയരുത്. ഇതേപോലെ തന്നെ കിഡ്നി വെക്കുക, അല്ലെങ്കിൽ തന്നേരം നല്ല എന്തെങ്കിലും പൈസ എടുക്കുക, ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടക്കാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം പെൺവാണിഭം അള്ളിക്കുത്തി എല്ലാവിധ സകല പരിപാടികളും